പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യ ശ്രീധറിന്റെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും ആഘോഷങ്ങൾക്കും വഴി തുറന്ന ഒന്നായിരുന്നു. പത്തരമാറ്റ് എന്ന ജനപ്രിയ പരമ്പരയുടെ സെറ്റിൽ വെച്ച് തുടങ്ങിയ ഇവരുടെ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു. എന്നാൽ മംഗല്യത്തിന്റെ മധുരം നുണയുന്നതിനിടയിൽ തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളെയും വ്യാജ വാർത്തകളെയും നേരിടേണ്ടി വന്നു എന്നത് ഏറെ ഖേദകരമാണ്. ഓരോ ദിവസവും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പടച്ചുവിടുന്ന അസംബന്ധങ്ങൾ പരിധി ലംഘിച്ചതോടെ ശക്തമായ പ്രതികരണവുമായി നടി ദിവ്യ ശ്രീധർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ താരം പങ്കുവച്ച വീഡിയോയിൽ യൂട്യൂബ് ചാനലുകൾക്കും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ ആഞ്ഞടിക്കുന്ന ദിവ്യയെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സിനിമാ ഷൂട്ടിന്റെ ഭാഗമായുള്ള മേക്കപ്പിനെ പോലും തങ്ങളുടെ ദാമ്പത്യം തകർന്നതിന്റെ തെളിവായി ചിത്രീകരിച്ചവർക്ക് കൃത്യമായ മറുപടിയായിട്ടാണ് താരം എത്തിയത്. വിവാദങ്ങൾക്ക് ആസ്പദമായത് ദിവ്യ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു ചെറിയ വീഡിയോയാണ്. അതിൽ നടിയുടെ നെറ്റിയിൽ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ടതോടെ ചില ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ക്രിസ് വേണുഗോപാലും ദിവ്യയും തമ്മിൽ പിരിഞ്ഞുവെന്നും ക്രിസ് മർദ്ദിച്ചതിനെ തുടർന്നാണ് ദിവ്യയ്ക്ക് പരിക്കേറ്റതെന്നും തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് ദിവ്യ വ്യക്തമാക്കുന്നു. ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു പുതിയ വെബ് സീരീസിന്റെ ചിത്രീകരണത്തിനിടയിൽ കഥാപാത്രത്തിന് വേണ്ടിയിട്ട മേക്കപ്പ് ആയിരുന്നു അത്. മാസങ്ങൾക്ക് മുമ്പ് എടുത്ത ഈ വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചപ്പോൾ അത് വലിയൊരു കുടുംബ പ്രശ്നമായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന് താൻ കരുതിയില്ലെന്നും ദിവ്യ പറയുന്നു. താൻ ഒരു വീഡിയോ ഇട്ടാൽ ഉടൻ തന്നെ അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാതെ നെഗറ്റീവ് വാർത്തകൾ ഉണ്ടാക്കുന്നവർക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്നാണ് താരം ചോദിക്കുന്നത്. തന്റെ മുഖത്തിനോ ശരീരത്തിനോ യാതൊരു വിധത്തിലുള്ള പരിക്കുമില്ലെന്ന് വീഡിയോയിലൂടെ നേരിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ദിവ്യ സംസാരിച്ചത്. ക്രിസ് എന്നെ അടിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ച താരം വിവാഹം കഴിച്ചു എന്നതിന്റെ പേരിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും പരിതപിക്കുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള വീഡിയോകൾ മാത്രമേ ഇടാവൂ എന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ എന്നും അവർ ചോദിച്ചു. തങ്ങളുടെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോകുകയാണെന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിലില്ലെന്നും താരം തർപ്പിച്ചു പറഞ്ഞു. രേഖ രതീഷ്, രേണു സുധി തുടങ്ങിയ മറ്റ് നടിമാരെയും ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് താരം പ്രതികരിച്ചത്. പ്രശസ്തരായ വ്യക്തികളുടെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ അല്പമെങ്കിലും നാണക്കേട് തോന്നേണ്ടതുണ്ടെന്നും ദിവ്യ കൂട്ടിച്ചേർത്തു. വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ദിവ്യയുടെ അയൽപ്പക്കത്തുള്ളവർ പോലും തങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വന്ന് ചോദിച്ചപ്പോഴാണ് വാർത്തകളുടെ തീവ്രത താൻ മനസ്സിലാക്കിയതെന്ന് താരം വെളിപ്പെടുത്തി. ഇത് തന്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നവർ ചിന്തിക്കുന്നില്ല. യൂട്യൂബിന്റെ ന്യൂസിന് വേണ്ടി അന്യന്റെ ജീവിതത്തിൽ കയറി കളിക്കുന്നത് ക്രൂരമായ വിനോദമാണെന്നും താരം പറഞ്ഞു. തന്റെ പുതിയ പ്രൊജക്ടുകളെ കുറിച്ചും അഭിനയ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇത്തരം ഒരു മോശം വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടി വന്നതിൽ ദിവ്യ വലിയ അതൃപ്തി രേഖപ്പെടുത്തി. സൗഹൃദത്തിൽ നിന്ന് വിവാഹത്തിലേക്ക് എത്തിയ ക്രിസും ദിവ്യയും തങ്ങളുടെ രണ്ടാം വിവാഹ ജീവിതത്തിൽ വലിയ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇരുവരും ഒപ്പമുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും നിരന്തരം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. എന്നാൽ സൈബർ ലോകത്തെ ഒരു വിഭാഗം ആളുകൾ മറ്റുള്ളവരുടെ സന്തോഷം കാണുന്നതിനേക്കാൾ അവരുടെ ജീവൻ തകരുന്നത് കാണാനാണ് താല്പര്യമെന്നത് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. സൈബർ ബുള്ളിങ്ങിന്റെ മറ്റൊരു മുഖമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കേവലം ഒരു തമാശയ്ക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ ഒരാളെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റാണെന്ന് ദിവ്യ ഓർമ്മിപ്പിച്ചു.